അന്ന് രാജസ്ഥാന്റെ തൊഴിലാളി, ഇന്ന് RCBന്റെ മുതലാളി. അതെ, 16,700 കോടി രൂപയ്ക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ബ്രാൻഡ് വാല്യൂകളിൽ പുതിയ ചരിത്രം എഴുതിക്കൊണ്ട് നമ്മുടെ സ്വന്തം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ആദിത്യ ബിർള ഗ്രൂപ്പ്. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, അവിടെ ഒരു നായകനെ കാണാൻ കഴിയുന്നത് അന്ന് രാജസ്ഥാന്റെ തൊഴിലാളിയായിരുന്നാൽ ഇന്ന് നമ്മുടെ RCBന്റെ മുതലാളിയാണ്. ടീമിന്റെ മുതലാളിയെ നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും. ആര്യമാൻ വിക്രം ബിർള, ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാൻ കുമാർ മംഗലം ബിർളയുടെ മകൻ. 2018 രാജസ്ഥാൻ റോയൽസ് 30 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയ താരം. മധ്യപ്രദേശിന് വേണ്ടിയിട്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ 9 മത്സരങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഒരു സെഞ്ചുറി, ഹാഫ് സെഞ്ചുറി ഉൾപ്പെടെ 414 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ RCB ക്യാപ്റ്റൻ പടിതാറിന്റെ കൂടെ ഓപ്പണറായിട്ടും വെങ്കടേഷ് അയ്യറിന്റെ കൂടെ ടീമിന്റെ ഭാഗമായിട്ടും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇവര് വീണ്ടും ടീമിലെത്തുമ്പോൾ പഴയ ടീമേറ്റ് പുതിയ മുതലാളിയാണ്. 2019 ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിനോട് വിട പറഞ്ഞെങ്കിലും ക്രിക്കറ്റിൽ പുതിയൊരു കളമൊരുക്കി വരികയാണ് ആദിത്യ ബിർള ഗ്രൂപ്പ്. അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പേരും. RCBയുടെ ചെയർമാൻ ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാവുമ്പോൾ RCB ഫാൻ എന്ന നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ പുതിയ മാനേജ്മെന്റ് അടുത്ത വർഷമാണ് നിലവിൽ വരുന്നത്. അവരോടൊരു അഭ്യർത്ഥനയുണ്ട്, അവരോടൊരു റിക്വസ്റ്റ് ഉണ്ട്. നെവർ ചേഞ്ച് ദ നെയിം RCB. ഏത് മാനേജ്മെന്റ് വന്നാലും ഞങ്ങൾക്ക് ആ പേരിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. മാറ്റുന്നതിനെ കുറിച്ച് റിപ്പോർട്ടുകളൊന്നുമില്ല. എന്നാലും മാറ്റാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും പറ്റില്ല. പക്ഷെ മാറ്റില്ല, അത് ആ ഒരു പേരിൽ തന്നെ അതേ ആരാധക ശക്തിയോടുകൂടി തുടരും. എന്നാലും ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മാനേജ്മെന്റ് വരുമ്പോൾ, ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന, ഗ്രൗണ്ടിൽ ഇറങ്ങി ക്രിക്കറ്റ് കളിച്ച് പരിചയമുള്ള ഒരാൾ ആ ഒരു ചെയർമാൻ സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ സന്തോഷമാണ്. പൊളിക്കട്ടെ, പുതിയ യുഗത്തിലും RCB ആരാധകരുടെ ഹൃദയം കീഴടക്കട്ടെ, കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാകട്ടെ. RCB